ഹലോ കുട്ടികളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ക്ലാസ്സിലേക്ക് പോവാം. 5ാം ക്ലാസ്സിലെ 10th ചാപ്റ്റർ റെക്റ്റാങ്കിൾ മാത്ത് എന്ന ചാപ്റ്ററിലെ അടുത്ത ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. സം അതർ ഷേപ്സ്. ഇതിന് മുമ്പത്തെ പേജസിലൊക്കെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്ക്വയറിന് പിന്നെ റെക്റ്റാങ്കിൾ, അതിൻ്റെയൊക്കെ പെരിമീറ്റർ, ഏരിയ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലേ? റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. ഇനി അതല്ലാത്തൊരു ഷേപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കും, എങ്ങനെ പെരിമീറ്റർ കണ്ടുപിടിക്കും എന്നാണ് അടുത്ത ഈ ഒരു ഭാഗം മുതൽ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു പേജിൽ തന്നെ കണ്ടില്ലേ, സം അതർ ഷേപ്സ്. ഇതാ ഈ റെക്റ്റാങ്കിൾ സ്ക്വയർ അല്ലാത്ത വേറെ ഷേപ്പുകളെ പറ്റിയിട്ടാണ് ഇനി അടുത്തത് പഠിക്കുന്നത്. നോക്കാം. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ഫിഗർ മെയ്ഡ് വിത്ത് ഈർക്കിൽ ബിറ്റ്സ്. താഴെ നോക്കൂ, കുറച്ച് ഈർക്കിൽ ബിറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലേ? എല്ലാ ഭാഗത്തിൻ്റെയും അളവുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? 5 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 2 അങ്ങനെ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുള്ള ഒരു ഈർക്കിൽ ഉപയോഗിച്ചിട്ടൊരു ഷേപ്പ്, എൽ ഷേപ്പിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി പീസസ് ഓഫ് ഈർക്കിൽ ആർ നീഡഡ് ടു മേക്ക് ദിസ്? എത്ര ഈർക്കിൽ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്? 1 2 3 4 5. എത്ര ഈർക്കിൽ ഉപയോഗിച്ചിട്ടാണ്? 1 2 3 4 5 6 പീസസ് ഓഫ് ഈർക്കിൽ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനൊരു എൽ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച് ഈസ് ഗിവൺ അല്ലേ? ഈച്ച് ഓൾസോ ഗിവൺ. എല്ലാത്തിൻ്റെയും നീളത്തിൻ്റെ അളവുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ഹൈറ്റ് ഈ ഭാഗത്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ ഭാഗത്തെ ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് എത്രയാണ് വരുന്നത്? 2 സെൻറ്റിമീറ്റർ. താഴെ വരുന്ന ടോട്ടൽ വിഡ്ത്ത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അങ്ങനെ എല്ലാ പീസസിൻ്റെയും അളവുകളും കൊടുത്തിട്ടുണ്ട്. ആഡിങ് അപ്പ് ഓൾ ദീസ്, എല്ലാ അളവുകളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുന്നു? 18 സെൻറ്റിമീറ്റർ കിട്ടുന്നു. 18 സെൻറ്റിമീറ്റർ എന്താണത്? പെരിമീറ്റർ ആണ് അല്ലേ? Thus, to make this, we can first cut out a piece of ഈർക്കിൽ 18 സെൻറ്റിമീറ്റർ ലോങ് അല്ലേ? 18 സെൻറ്റിമീറ്റർ നീളത്തിലൊരു ഈർക്കിൽ എടുത്ത് ഈ അളവുകൾ പോലെ കട്ട് ചെയ്ത് നമ്മൾക്ക് ഇങ്ങനൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. Then cut into 6 pieces within the length as above. There's another way to make this figure. താഴെ തന്നിരിക്കുന്ന ഫിഗർ നോക്കൂ, ഒരു റെക്റ്റാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് മേക്ക് എ റെക്റ്റാങ്കിൾ ലൈക്ക് ദിസ്. ആദ്യം നമ്മൾക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാം. അതിനുശേഷം എന്ത് ചെയ്യണം? മാർക്ക് ലെങ്ത് ഓൺ ദ ടോപ്പ്. മുകളിൽ ഇങ്ങനെ 2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് മാർക്ക് ചെയ്യാം. ആൻഡ് ദ റൈറ്റ് ആസ് ഷോൺ ബിലോ. റൈറ്റ് സൈഡിൽ ഇങ്ങനെ താഴെ ഒന്ന് മാർക്ക് ചെയ്യാം. ആൻഡ് കട്ട് ഔട്ട് ദ പീസസ്. ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു പീസിനെ നമ്മൾ മാറ്റി വയ്ക്കുന്നു. അതിനെന്ത് ചെയ്യുന്നു? നൗ ഇഫ് വി റീപ്ലേസ് ദ റിമൂവ്ഡ് ബിറ്റ്സ് ആസ് ബിലോ. നമ്മൾ റിമൂവ് ചെയ്ത ആ ഒരു പീസസ് ഉണ്ടല്ലോ, അതിനെ ഇതുപോലെ റീപ്ലേസ് ചെയ്ത് വെക്കുന്നു. ഈ ഒരു ഭാഗം എവിടെയാണ് ഉണ്ടായിരുന്നത്? ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നത് അല്ലേ? 3 സെൻറ്റിമീറ്റർ. ഈ ഭാഗമോ ഇത് മേലെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പായിരുന്നു ഉണ്ടായിരുന്നത്. All the ഈർക്കിൽ used to make the rectangle are used in this figure also. All the ഈർക്കിൽ used to make, എല്ലാ ഈർക്കിൽ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് വീണ്ടും നമ്മൾക്ക് അതിനെ റെക്റ്റാങ്കിൾ ആക്കി മാറ്റാൻ സാധിക്കും. ഇൻ ദ ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്സിൽ പറയുന്നത് ദ റെക്റ്റാങ്കിൾ ആൻഡ് ദിസ് ഫിഗർ ഹാവ് ദ സെയിം പെരിമീറ്റർ. ആ റെക്റ്റാങ്കിളിനും നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഷേപ്പിനും സെയിം പെരിമീറ്റർ ആയിരിക്കും എന്നാണ്. നമ്മളുടെ ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ അളവ് എത്രയായിരുന്നോ അതേ അളവുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഷേപ്പ് തമ്മിൽ മാറി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പെരിമീറ്റർ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ആദ്യം തന്നിട്ടുള്ള റെക്റ്റാങ്കിൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ വരച്ച് നോക്കാം. ഇങ്ങനൊരു റെക്റ്റാങ്കിളാണ്. 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഇവിടെ 5 ആയിരിക്കും, ഇവിടെ 4 ആയിരിക്കും. എത്രയാണ് വരുന്നത്? ടോട്ടൽ പെരിമീറ്റർ എത്രയാണ് വരുന്നത്? 5 + 5 10, 4 + 4 8. അപ്പോൾ 10 + 8 18 സെൻറ്റിമീറ്റർ എന്ത് വരുന്നുണ്ട്? പെരിമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പെരിമീറ്റർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ സൈഡുകളും കൂടെ തമ്മിൽ ആഡ് ചെയ്താൽ പോരെ? 5 + 4 9, 9 + 2 11, 11 + 2 13, 13 + 3 എത്രയാണ്? 16, 16 + 2 18. അപ്പോൾ ഈ ഒരു എൽ ഷേപ്പിൻ്റെയും പെരിമീറ്റർ എത്രയാണ് വന്നിരിക്കുന്നത്? 18 സെൻറ്റിമീറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്.
എല്ലാം കൂടെ ആഡ് ചെയ്യുക കേട്ടോ. 5 + 4 + 2 + 2 + 3 + 2 അങ്ങനെ എല്ലാ സൈഡുകളും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 18 സെൻറ്റിമീറ്റർ കിട്ടിയിരിക്കുന്നത്. Now let's cut out this figure from a sheet of paper. ഒരു പേപ്പറിനെ ഇതുപോലെ കട്ട് ഔട്ട് ചെയ്ത് എടുക്കുക. ഇതേ ഒരു ഷേപ്പിൽ കട്ട് ഔട്ട് ചെയ്തെടുക്കുക. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് 2 റെക്റ്റാങ്കിൾസ് ജോയിൻ ടുഗദർ. നമ്മൾക്ക് എന്ത് ചെയ്യുക? അതിനെ നമ്മൾക്ക് ആ ഒരു എൽ ഷേപ്പിനെ 2 റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്യാം. 2 റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ അതേ അളവിന് താഴെയും വരില്ലേ? അപ്പോൾ നമുക്ക് 4 സൈഡിലത്തെയും അളവ് കിട്ടി. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെയും നമ്മൾക്ക് എന്ത് ചെയ്യാം? അളവുകൾ നമുക്ക് പിന്നെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ ഒരു 2 സെൻറ്റിമീറ്റർ തന്നെ ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ എത്രയായി? 4 സെൻറ്റിമീറ്റർ ആയി. ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആയി. സോ ടു കമ്പ്യൂട്ട് ദ ഏരിയ, എങ്ങനെ ഏരിയ കാണും നമ്മൾ? 4 × 2 പ്ലസ് 2 × 3. 4 ഇൻറ്റു ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. 4 × 2 പ്ലസ് 2 × 3 എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 4 × 2 8 പ്ലസ് 2 × 3 6 14 സെൻറ്റിമീറ്റർ ഏരിയ കിട്ടിയിട്ടുണ്ട്. ദ ഏരിയ ഓഫ് ദിസ് ഫിഗർ ഈസ് 14 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ നമ്മൾ എപ്പോഴും സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി ഡൺ ഇൻ അനദർ വേ. ഇത് നമ്മൾക്ക് വേറൊരു തരത്തിലൂടെ ചെയ്യാം. വി ക്യാൻ മേക്ക് ദിസ് ഫിഗർ ബൈ ഫസ്റ്റ് കട്ടിംഗ് ഔട്ട് എ ബിഗ് റെക്റ്റാങ്കിൾ. ഒരു വലിയ റെക്റ്റാങ്കിളിൽ നിന്ന് വലിയ റെക്റ്റാങ്കിളിൽ നിന്ന് ഒരു പീസ് ഓഫ് ബിറ്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ആൻഡ് ദെൻ കട്ടിങ് ഓഫ് സ്മോളർ റെക്റ്റാങ്കിൾ ഫ്രം ഇറ്റ്. ആ വലിയ റെക്റ്റാങ്കിളിൽ നിന്ന് ഒരു സ്മോളർ റെക്റ്റാങ്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി അളവിന്. So we get the area of the figure by subtracting the area of smaller rectangle from the area of larger rectangle. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? വലിയ റെക്റ്റാങ്കിളിൻ്റെ ലാർജർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്നും ആ സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 2 റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ആദ്യം ലാർജർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ആദ്യം ലാർജർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഭാഗത്ത് ആദ്യം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ കട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിനുശേഷം കട്ട് ചെയ്തിട്ടുള്ള ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്നും ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്താൽ നമ്മൾക്ക് അവിടുത്തെ ആ ഒരു എൽ ഷേപ്പിൻ്റെ ഏരിയ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു മിസ്സിങ് ആയിട്ടുള്ള ഒരു ഷേപ്പ് തന്നു കഴിഞ്ഞാൽ, ചിലപ്പോൾ റെക്റ്റാങ്കിൾ ആയിരിക്കില്ല, സ്ക്വയർ ആയിരിക്കില്ല, ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് പോയി ചില ഭാഗങ്ങൾ നല്ല ചില പിക്ചേഴ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ടോ കൺസിഡർ ചെയ്യുക. നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. അതിനുശേഷം ആ ഒരു വലിയ റെക്റ്റാങ്കിളിൻ്റെയോ അല്ലെങ്കിൽ സ്ക്വയറിൻ്റെയോ ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട് കട്ട് ചെയ്ത് പോയിരിക്കുന്ന ആ ഒരു ഷേപ്പിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇരിക്കുക കേട്ടോ. ഡിഡ് യു നോട്ടീസ് സംതിങ് ഹിയർ? ഇവിടെ നിങ്ങളുടെ എന്തെങ്കിലും പ്രത്യേകതകൾ ശ്രദ്ധിച്ചോ? when we removed the small rectangle from the large one. ലാർജ് റെക്റ്റാങ്കിളിൽ നിന്ന് സ്മോൾ റെക്റ്റാങ്കിൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. ദ ഏരിയ വാസ് റെഡ്യൂസ്ഡ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ റെഡ്യൂസ് ചെയ്യുന്നു. ബട്ട് ദർ വാസ് നോ ചേഞ്ച് ഇൻ ദ പെരിമീറ്റർ. പക്ഷേ പെരിമീറ്ററിന് മാറ്റം സംഭവിക്കുന്നില്ല. ആ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പെരിമീറ്ററിന് മാറ്റം സംഭവിക്കുന്നില്ല അല്ലേ? അതേ അളവിന് തന്നെയാണ് അവിടെ തന്നെ അതിൻ്റെ പുറമേയുള്ള ആ ഒരു ഭാഗം അതേ അളവിന് തന്നെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പിക്ചറിൽ നോക്കൂ, ഇവിടെ നിന്ന് നമ്മൾ എന്ത് കട്ട് ചെയ്തു? ഒരു സ്മോൾ റെക്റ്റാങ്കിൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ എന്തായി? അതിൻ്റെ ഏരിയ മാറി, അതിൻ്റെ ഒരു അളവ് മൊത്തം മാറിയില്ലേ? വലിയൊരു ബിഗ് റെക്റ്റാങ്കിൾ ആയിരുന്നു, അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തപ്പോൾ അത് ചെറുതായി മാറി. അപ്പോൾ അതിൻ്റെ ഉള്ളളവ് ഏരിയ മാറും എന്നുള്ളത് ഉറപ്പാണല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. പക്ഷെ അതിൻ്റെ പെരിമീറ്റർ മാറുന്നുണ്ടോ? ഇല്ല, പെരിമീറ്റർ ഒരിക്കലും മാറില്ല. കാരണം നമ്മൾക്ക് പുറത്തെ അളവാണ്. പുറത്തെ അളവ് എങ്ങനെ മാറുന്നില്ല? ഇവളുടെ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ അവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? ഇതിൻ്റെ പെരിമീറ്റർ ഒരിക്കലും മാറുന്നില്ല. പക്ഷേ എന്ത് മാറുന്നുണ്ട്? ഏരിയ മാറുന്നുണ്ട്. ഏരിയ മാറാൻ കാരണം ഒരു പീസ് ഓഫ് പോർഷൻ അതിന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ എന്താ? അതിൻ്റെ ആ ഒരു അളവ് മാറിയില്ലേ? അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻസിൻ്റെ
എക്സസൈസിൻ്റെ ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ലെങ്തായി പോകും. എല്ലാവർക്കും വീഡിയോ മനസ്സിലാവുന്നുണ്ട്, ക്ലാസ് മനസ്സിലാവുന്നുണ്ട്, ഈസി ആണെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മക്കളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.